തെരഞ്ഞെടുപ്പ് സമയത്ത് ഏത് നാടകവും CPM കളിക്കും. ഏത് നാടകമാണോ ജനങ്ങൾ കൂടുതൽ ഏറ്റെടുക്കുക അതവർ സൃഷ്ടിച്ചിരിക്കും. അതിൽ യാതൊരു മാറ്റവുമില്ല. ഒരു കളം പോലും തങ്ങൾക്ക് അനുകൂലമല്ല എന്ന സാഹചര്യത്തിലാണ് മാങ്കൂട്ടത്തിന് രണ്ടാം ഓഡിയോ റെക്കോർഡ്. അതിനു പിന്നാലെ ആ മുഖ്യമന്ത്രിക്ക് അതിജീവിതയുടെ ഒരു പരാതി. ഈ കഥ കുറച്ചുകൂടെ കാതൽ കൂട്ടാൻ വേണ്ടി രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ്, സന്ദീപ് വാര്യരെ പ്രതി ചേർക്കൽ, ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ഭരണവിരുദ്ധത ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കേണ്ട കോൺഗ്രസ് നേതാക്കളെ എല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രതിരോധം തീർത്ത് CPM അകത്തിരിക്കുകയാണ്. എന്നിട്ട് ഈ വിഷയത്തിൽ മാത്രം മാധ്യമങ്ങളിൽ കുത്തി നിരക്കുകയും ചെയ്തിരിക്കുന്നു. അതുവഴി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ കോൺഗ്രസിനെ കൊണ്ട് പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു. എന്നാൽ അത് പൊളിച്ച് കയ്യിൽ കൊടുക്കുകയാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കോളിളക്കങ്ങളും കണ്ട് അനുഭവിച്ചിട്ടുള്ള മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തല. മാങ്കൂട്ടം വിഷയത്തിൽ പുറത്താക്കൽ നടപടി ഏറ്റവും അധികം സ്വീകരിച്ച് നടപ്പിലാക്കാൻ മുന്നിൽ നിൽക്കുകയും ആ വിഷയത്തിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാതെ പ്രതിരോധിക്കുവാനും അദ്ദേഹത്തിനെ കൊണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ CPM മുഖ്യമന്ത്രിക്കെതിരെ ED എന്ന സഹതാപ തരംഗത്തെ ഇറക്കിയപ്പോൾ അവിടെയും ചെന്നിത്തല മുന്നും പിന്നും നോക്കാതെ ഇതൊരു നാടകമാണ് എന്ന് തുറന്നടിക്കുകയാണ്. ഇവിടെ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ED നോട്ടീസ് അയക്കും. ഇത് BJP CPMനെ സഹായിക്കാനാണ് എന്നാണ് ചെന്നിത്തലയുടെ വാദം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ EDയും ഇല്ല, നോട്ടീസുമില്ല, നടപടിയുമില്ല. നിലവിൽ കൊടുത്തിരിക്കുന്ന നോട്ടീസ് ദുർബലമായ ജനവിരുദ്ധ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നും ഇതോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുക കൂടി ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ മുഖ്യമന്ത്രിയുടെ ദൂർത്തിനെ ചെന്നിത്തല തെളിവ് നിരത്തി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഖജനാവിൽ പൂച്ച പറ്റി കിടക്കുമ്പോൾ മുഖ്യമന്ത്രി കാറ് വാങ്ങാൻ മാത്രം 1,05,00,000 രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത് എന്ന കണക്കാണ് ചെന്നിത്തല നിരത്തിയത്. കൂടാതെ മുഖ്യമന്ത്രിക്ക് ഇതിനോടകം 2-3 കാറുകൾ ഉണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ വിധി കാത്തുകിടക്കുന്ന 7ാമത്തെ പ്രതി കൂടിയാണ് മുഖ്യമന്ത്രി എന്ന് കൂടി അടിവരയിട്ട് പറഞ്ഞുകൊണ്ടാണ് ചെന്നിത്തല കോൺഗ്രസിനെ പൂട്ടാൻ നോക്കുന്ന കപ്പിത്താനെ എടുത്ത് പൂട്ടുന്നത്. നമുക്ക് ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. കോർപ്പറേഷനിലെ UDF തിളക്കമാർന്ന വിജയം നേടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരു കാലത്തുമില്ലാത്ത നിലയിലുള്ള ജനങ്ങളുടെ പിന്തുണ UDFന് ലഭിക്കുകയാണ്. 50 വർഷത്തെ ദുർഭരണം അവസാനിപ്പിക്കണം. ഒരു മാറ്റത്തിന്റെ കാറ്റ് കോഴിക്കോട്ട് വീശുകയാണ്. ഞങ്ങൾക്ക് പൂർണ്ണ സംതൃപ്തി ഈ കാര്യത്തിലുണ്ട്. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, EDയെ വെച്ച് BJPയും CPM കളിക്കുകയാണ്. ED ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നോട്ടീസ് അയക്കും. അത് BJP CPMനെ സഹായിക്കാനാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ED ഇല്ല, നോട്ടീസും ഇല്ല, ഒന്നുമില്ല, നടപടിയില്ല. അപ്പോൾ ഇപ്പൊ കൊടുത്തിരിക്കുന്ന നോട്ടീസ് ദുർബലമാകുന്ന ജനവിരുദ്ധത നിറഞ്ഞ ഈ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ്. കേരളത്തിന്റെ ഖജനാവിൽ 5 പൈസയില്ല. ട്രഷറിയിൽ പൂച്ച പറ്റി കിടക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് കാറ് വാങ്ങാൻ 1,10,00,000 രൂപയാണ്. നിങ്ങൾ ആലോചിക്കുക, ഈ സംസ്ഥാനം എങ്ങോട്ട് പോകുന്നു? മുഖ്യമന്ത്രിക്ക് കാറ് വാങ്ങാൻ ഇപ്പൊ തന്നെ 2-3 കാറുണ്ട്. കാറ് വാങ്ങാൻ 1,10,00,000 രൂപ. ഇതെന്താ ഈ നാട്ടിൽ നടക്കുന്നത്? ലാവ്ലിൻ കേസുമായി മസാല ബോണ്ടിന് ബന്ധമുണ്ട്. ലാവ്ലിൻ കമ്പനിയിൽ ഷെയറുള്ള CDPQ എന്ന കമ്പനിക്ക് 1000 കോടിയിലധികം രൂപയുടെ ലാഭമുണ്ടാക്കിയ ഒരിടപാടാണിത്. ഞാനന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഉന്നയിച്ച ഈ ആരോപണങ്ങളെല്ലാം ശരിയാണെന്ന് തെളിഞ്ഞ കാര്യമാണ്. ഇപ്പോൾ EDയുടെ നോട്ടീസ് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അത് കള്ളത്തരമാണ്. പക്ഷേ മസാല ബോണ്ടിൽ നടന്ന അഴിമതി ഇന്നല്ലെങ്കിൽ നാളെ അന്വേഷിക്കപ്പെടും. അതിന് കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ഞങ്ങൾ എല്ലാ പരിശ്രമവും നടത്തും. വല്ല സംശയമുണ്ടോ? സ്വർണ്ണക്കള്ളക്കടത്ത് എവിടെ പോയി? മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങൾ എവിടെ പോയി? മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി PAമാരെ ചോദ്യം ചെയ്ത് എവിടെ പോയി? അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള മറ്റാരോപണങ്ങൾ വന്നു, എവിടെ പോയി? ഇതെല്ലാം ഒരു കള്ളക്കളിയാണ്. CPMും BJPയും തമ്മിലുള്ള അണ്ടർഹാൻഡ് ഡീലാണ്. ഇവർ തമ്മിലുള്ള അന്തർധാരയാണ്. അതുകൊണ്ട് ഈ നോട്ടീസിനെ നിങ്ങൾ ആരും ഗൗരവത്തിലെടുക്കണ്ട. ഇന്നലെ തോമസ് ഐസക് പറഞ്ഞത് വികസനത്തിന് വേണ്ടി എടുത്ത പണമാണ്, അതിനുവേണ്ടിയാണ് ചെലവഴിച്ചതെന്നുള്ളതായിരുന്നു. അതിനേക്കാൾ പലിശ കുറഞ്ഞ പണം കിട്ടുമല്ലോ. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് മെട്രോയ്ക്ക് എടുത്തത്
3.5%. 9.27%. അതും ഈ മസാല ബോണ്ട് വിറ്റ് 1075 കോടി രൂപ നഷ്ടപ്പെടുത്തിയതാണ്. എന്തിനാണെന്നറിയാമോ? ലാവലിൻ കമ്പനിയെ സഹായിക്കാൻ. പിണറായി വിജയൻ എന്ന ലാവലിനോട് വലിയ പ്രേമമാണ്. 375 കോടി രൂപയുടെ അഴിമതിയായിരുന്നു ലാവലിൻ കേസ്. ഇപ്പൊ തീർന്നിട്ടില്ല കേസ്, സുപ്രീം കോടതി കിടക്കുകയാണ്. പിണറായി വിജയൻ 7ാം പ്രതിയാണ്. ആ കേസ് മാറ്റി വെക്കുന്നു. 41 തവണ മാറ്റി. എങ്ങനെ മാറ്റി? CPM BJP ബന്ധത്തിന്റെ ഭാഗമല്ലേ ഈ മാറ്റലെല്ലാം? ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കേസ് സുപ്രീം കോടതിയിൽ 41 തവണ മാറ്റിവെച്ചിട്ടുണ്ടോ? ഇനിയും മാറ്റും. പക്ഷേ സത്യത്തെ ആർക്കും മറയ്ക്കാൻ കഴിയില്ല.